എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ അടുത്ത ചാപ്റ്ററായ കപ്പാസിറ്ററിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ്. ദ ഒബ്ജക്റ്റീവ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ക്ലാസ് യു വിൽ ബി ഏബിൾ ടു ഡിസ്ക്രൈബ് കപ്പാസിറ്റർ എന്താണെന്ന് വിവരിക്കുക, ഇറ്റ്സ് കൺസ്ട്രക്ഷൻ, കപ്പാസിറ്ററിൻ്റെ നിർമ്മാണം ആൻഡ് അതിൻ്റെ ചാർജിങ്ങും വിവരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത് എക്സ്പ്ലെയിൻ കപ്പാസിറ്റൻസ് എന്താണെന്നുള്ളത്, അതുപോലെ അതിൻ്റെ യൂണിറ്റ് എന്താണെന്നുള്ളത്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഡിഫൈൻ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. നമ്മൾ ഇൻഡക്റ്റൻസ് പഠിച്ചപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് പഠിച്ചിരുന്നു. അതുപോലെ ഇതിൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും സ്വാഗതം. കപ്പാസിറ്റർ പറയുന്നതിന് മുമ്പ് ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണെന്നുള്ളതെന്ന് പറയാം. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് സയൻസ്, അത് സയൻസിൻ്റെ ഒരു ഭാഗമാണ്. വിച്ച് ഡീൽസ് വിത്ത് ദി ഫിനോമിന അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രിസിറ്റി അറ്റ് റെസ്റ്റ്. ഇത് ചർച്ച ചെയ്യണത് ഇലക്ട്രിസിറ്റി റെസ്റ്റ് എന്താണ്, ചലിക്കാത്ത വസ്തുവിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന പ്രതിഭാസങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നൊരു സയൻസിൻ്റെ ബ്രാഞ്ചാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയും. നമ്മൾ സ്റ്റാറ്റിക് എന്നതിന് മുമ്പ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇസ് ദി ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദി, അത് ചർച്ച ചെയ്യുന്നു വിത്ത് ദി ഫിനോമിന അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രിസിറ്റി അറ്റ് റെസ്റ്റിലുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിനെ പറ്റി നമ്മളാണ് ചർച്ച ചെയ്യുന്ന ഭാഗമാണ്. ഇനി നമ്മൾ മുമ്പ് പഠിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കാൻ. ഇത് ആൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. എന്താണ് ഒരു ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. അതിലെ പോസിറ്റീവ് ചാർജിനായ പ്രോട്ടോണിൻ്റെയും നെഗറ്റീവ് ചാർജായ ഇലക്ട്രോണിൻ്റെയും എണ്ണം എന്തായിരിക്കും? ഈക്വലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചാർജ് ഈക്വലായിരിക്കും. അപ്പോൾ ചാർജ് ന്യൂട്രലായിരിക്കും. രണ്ടും കൂടി എന്ത് ചെയ്യും? ന്യൂട്രലായി പോകും. അപ്പോൾ ഒരു ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രലായിരിക്കും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഒരു ബോഡിയുടെ ആറ്റത്തിൽ നിന്നും കുറച്ച് ഇലക്ട്രോൺസ് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ പോസിറ്റീവ്ലി ചാർജ്ഡ് എന്ന് പറയാം. പോസിറ്റീവ് ചാർജ് കൈവരിച്ചു. എന്നാൽ ഇലക്ട്രോൺസ് ഒരു ബോഡിയിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ബോഡി നമ്മൾ നെഗറ്റീവ് ചാർജ് കൈവരിച്ചു എന്നാണ് പറയുക. ഇഫ് സം ഇലക്ട്രോൺസ് ആർ ആഡഡ് ടു ഇറ്റ് ദ ബോഡി സെഡ് ടു ബി ദി നെഗറ്റീവ്ലി ചാർജ്ഡ്. നെഗറ്റീവ് ചാർജ് കൈവരിച്ചു എന്ന് പറയൽ ഇലക്ട്രോൺസ് ഒരു ബോഡിയിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ, കൂടുകയാണെങ്കിൽ. ഇനി കുറയുകയാണെങ്കിലോ ഒരു പോസിറ്റീവ് ചാർജ് കൈവരിച്ചു എന്നാണ്. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രിഫിക്കേഷൻ, ഒരു ബോഡിയുടെ പോസിറ്റീവ് ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ഒരു ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണിൻ്റെ കുറവാണ്. എന്നാൽ നെഗറ്റീവ് ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാലോ എക്സസ് ഓഫ് ഇലക്ട്രോണിൻ്റെ കൂടുതൽ. ഇതിനെയാണ് നമ്മൾ നെഗറ്റീവ് ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ the total deficiency or excess of electron in a body is known as its charge എന്നാണ് അതിന് പറയുക. ടോട്ടൽ കുറവോ അല്ലെങ്കിൽ കൂടുതലോ, ഇലക്ട്രോൺസിൻ്റെ കൂടുതലോ കുറവോ വരുന്ന ഈ ഒരു ബോഡിയിൽ ഉണ്ടാകുന്നതിനെ നമ്മൾ ചാർജ് എന്നാണ് പറയുക. അപ്പോൾ ചാർജ് ഒരു ബോഡിയിൽ ഇലക്ട്രോൺസ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിൻ്റെ ടോട്ടൽ അളവ്, അതിനെയാണ് നമ്മൾ ചാർജ് എന്ന് പറയുക. ഇനി ചാർജിനെ പറ്റി നമ്മളൊന്നും കൂടി പറയുന്നുണ്ട്. ചാർജിന് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ Q എന്നാണ് അതിൻ്റെ ലെറ്റർ. അതിൻ്റെ യൂണിറ്റ് കൂളമ്പാണ്. അത് കാണാനുള്ള ഇക്വേഷൻ Q = I × T, കറണ്ട് ഇൻറ്റു സമയം. അത് നമ്മളൊന്നും കൂടി പറയുന്നുണ്ട്. ഇനി നോക്കുക, പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഇതേ പേരുള്ളൊരു സാധനം നമ്മൾ മാഗ്നറ്റിസത്തിൽ പഠിച്ചു. എന്തിന്? പെർമിയബിലിറ്റി അല്ലേ. ഇതിൽ കപ്പാസിറ്റൻസ് ആകുമ്പോൾ എന്താണ്, അവിടെ മാഗ്നറ്റിസം ഇൻഡക്റ്റീവ് ആകുമ്പോൾ പെർമിയബിലിറ്റി ഇനി പഠിച്ചത് അല്ലേ. ഒരു മാഗ്നറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയലിന് ഒരു മീഡിയത്തിന് രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്. ഒന്ന് അല്ലേ അബ്സല്യൂട്ട് പെർമിയബിലിറ്റിയും, രണ്ടാമത്തത് റിലേറ്റീവ് പെർമിയബിലിറ്റിയും. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. μ0 × μr അല്ലേ. അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഓഫ് എയറിൻ്റെ 4π × 10⁻⁻⁷ ഹെൻറി പെർ മീറ്റർ. അവിടെ ഹെൻറി എന്നുള്ളത് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റാണ്, ഹെൻറി പെർ മീറ്റർ അങ്ങനെ ആയിരുന്നു. പിന്നെ എന്താണ് റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് എയറിൻ്റെ
1 ആയിരുന്നു. അതാണ് അതിൻ്റെ പിന്നെ റെഫറൻസ് മീഡിയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതായിരുന്നു. അപ്പോൾ മ്യൂ കാണാൻ മ്യൂ ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു മ്യൂ ആർ, ഇത് ഇങ്ങനെ പഠിച്ചതായിരുന്നു. അവിടെ എന്താണ് മാഗ്നറ്റിസത്തിൽ പഠിച്ച കാര്യമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ ആണെങ്കിൽ എന്താണ് പെർമിറ്റിവിറ്റിയാണ്, ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്നും ഇതിന് പേര് പറയും. അപ്പോൾ എന്താണ് അവിടെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. എന്താണ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫിനോമിന നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു മീഡിയത്തിന് ഒരു പ്രോപ്പർട്ടി, ഒരു പ്രത്യേക പ്രോപ്പർട്ടി, അതിൻ്റെ പേര് പെർമിറ്റിവിറ്റി, അത് ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്നുണ്ട് പിന്നെ ഈ കപ്പാസിറ്റൻസ് എന്നുള്ള സംഭവത്തിൽ, അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്നുണ്ട്. ഏതൊരു മീഡിയത്തിനും 2 പെർമിറ്റിവിറ്റികൾ കൈവരിക്കും. ഒന്നാമത്തത് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി, അത് സിഗ്മ 0, സിഗ്മ എന്നാണ് പറയുക, ഇത് സിഗ്മ 0 അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. അവിടെ നമ്മൾ മ്യൂ 0 എന്നാണ് പഠിച്ചിരുന്നത്. ഇവിടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി സിഗ്മ ആർ. അപ്പോൾ നമ്മൾ പെർമിറ്റിവിറ്റിയും നമ്മൾ മാറരുത്. പെർമിറ്റിവിറ്റി കപ്പാസിറ്റൻസിലുള്ളതും പിന്നെ പെർമിയബിലിറ്റി അവിടെ ഇൻഡക്ടൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിസത്തിലുള്ളതാണെന്നുള്ളത് ഓർത്ത് വെക്കണം. അപ്പോൾ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിയും റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും ഉണ്ട്. ഇനി എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി മെഷർ ചെയ്യാനും, ഏതൊരു മീഡിയത്തിൻ്റെയും റിലേറ്റീവ് പെർമിറ്റിവിറ്റി മെഷർ ചെയ്യാനും വേണ്ടി നമ്മൾ റെഫറൻസ് മീഡിയ ആയിട്ട് നമ്മൾ വാക്വം അല്ലെങ്കിൽ ഫ്രീ സ്പേസോ ആണ് എടുക്കുക, എയർ ഓർ വാക്വം. അതിനെയാണ് നമ്മൾ എന്താ ചെയ്യുക, റെഫറൻസ് മീഡിയ ആയിട്ട് എടുക്കുക. അപ്പോൾ ആ റെഫറൻസ് മീഡിയ ആയിട്ട് അതെടുത്താൽ നമുക്ക് എന്താണ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ വാക്വം സിഗ്മ 0 ഈക്വൽ ടു 8.854 ഇൻറ്റു 10⁻⁻12 ഫാരഡ് പെർ മീറ്റർ. ശരിക്കും നോക്കുക, അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ആയപ്പോൾ അവിടെ 4 ഇൻറ്റു 10⁻⁻7 ഹെൻറി പെർ മീറ്റർ ആയിരുന്നു. ഇവിടെ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിയാണ്. പെർമിറ്റിവിറ്റി നമ്മൾ കപ്പാസിറ്റൻസിലുള്ളതാണെന്നുള്ള ഓർക്കണം. അപ്പോൾ ഫാരഡ് പെർ മീറ്റർ ആണ് അതിൻ്റെ യൂണിറ്റ്. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിൻ്റെ യൂണിറ്റ് എന്താണ്, ഫാരഡ് പെർ മീറ്റർ ആണ്. അതിൻ്റെ വാല്യൂ 8.854 ഇൻറ്റു 10⁻⁻12. അവിടെ പെർമിയബിലിറ്റി ആയപ്പോൾ 4π ഇൻറ്റു 10⁻⁻7 ആയിരുന്നു. രണ്ടും മാറിപ്പോകരുത്. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ വാക്വം, എയറിൻ്റെയോ അല്ലെങ്കിൽ വാക്വത്തിൻ്റെയോ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞത് 8.854 ഇൻറ്റു 10⁻⁻12 ഫാരഡാണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി അവിടുത്തെ പോലെ തന്നെ ഇവിടെയും എയർ ഓർ വാക്വത്തിൻ്റെത് സിഗ്മ ആർ ഈക്വൽ ടു 1 ആണ്, 1 തന്നെയാണ്. ഇനി എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ആൾ അതർ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ഗ്രേറ്റർ ദാൻ 1, ഒന്നിലും കൂടുതലായിരിക്കും വേറെ. അപ്പോൾ എയർ ഓർ വാക്വത്തിൻ്റെ ആണ് ഏറ്റവും കുറവ്. ഇതിനേക്കാൾ കൂടുതലായിരിക്കും എന്ത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി വേറെയുള്ള മീഡിയത്തിൻ്റെതൊക്കെ. അപ്പോൾ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് എനി മീഡിയം, വേറൊരു മീഡിയത്തിൻ്റെ കാണണമെങ്കിൽ അതാണ് പെർമിറ്റിവിറ്റി. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് എനി മീഡിയം അതർ ദാൻ എയർ അല്ലാത്ത അല്ലെങ്കിൽ വാക്വം അല്ലാത്ത പിന്നെ വേറൊരു മീഡിയത്തിൽ ഏതൊരു മീഡിയത്തിൻ്റെയും അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ സിഗ്മ 0. സിഗ്മ 0യേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ പിന്നെ വാക്വത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഒന്നിലും പിന്നെ വേറൊരു മീഡിയത്തിൻ്റെ ഒന്നിലും കൂടുതലായിരിക്കും. അപ്പോൾ ഏറ്റവും കുറവ് വാക്വത്തിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്തായിരിക്കും 8.854 10⁻⁻12 കൂടുതലായിരിക്കും ഏതൊരു മീഡിയത്തിൻ്റെത്. അപ്പോൾ അത് കാണാൻ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് എനി മീഡിയം വേറൊരു മീഡിയത്തിൻ്റെ കാണാനും വേണ്ടി സിഗ്മ ഈക്വൽ ടു സിഗ്മ 0 ഇൻറ്റു സിഗ്മ ആർ എന്നുള്ള ഇക്വേഷൻ വെച്ച് നമുക്ക് അവിടെ കണ്ടതുപോലെ മ്യൂ ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു മ്യൂ ആർ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ തന്നെ സിഗ്മ ഈക്വൽ ടു സിഗ്മ 0 ഇൻറ്റു സിഗ്മ ആർ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കാണാം. സിഗ്മ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് എനി അതർ മീഡിയം. ഇനി സിഗ്മ 0 എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് എയർ, പിന്നെ സിഗ്മ ആർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. ഏതൊരു മീഡിയത്തിൻ്റെ ആണോ കാണേണ്ടത് ആ മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. എയറിൻ്റെ കാണണം. അപ്പോൾ 1 ആണ്. 1 ആകുമ്പോൾ 8.854 ഇൻറ്റു 10⁻⁻12 തന്നെ കിട്ടും. ഇനി ഒരു ഉദാഹരണത്തിന് ഇനി നോക്കുക, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞത് എന്താണ്, ഒരു മെറ്റീരിയലിൻ്റെ ഒരു നമ്പറാണ്, അല്ലാതെ എന്തല്ല അതിന് യൂണിറ്റ് ഒന്നുമില്ല. ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റിന് യൂണിറ്റ് ഇല്ല. അപ്പോൾ 1, 5 എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ എന്താണ് എയറിൻ്റെതാണെങ്കിൽ 1 ഒന്നാണ് നമ്മൾ കണക്കാക്കുക. ഇനി മൈക്കയാണെങ്കിൽ എയറിന് പകരം നമ്മൾ മൈക്കയാണ് ഉപയോഗിക്കണമെങ്കിൽ 5 ടൈംസ് എന്തായിരിക്കും കൂടുതലായിരിക്കും. ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്താണ് ഏകദേശം 5 ടൈംസ് കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ മൈക്കൻ്റെ എയറിൻ്റെ 1 കണക്കാക്കണമെങ്കിൽ നമുക്ക് എന്തെയ്യുന്നു, മൈക്കൻ്റെ 5 എന്ന് നമുക്ക് കണക്കാക്കാം. ഏകദേശം 5 ആയിരിക്കും.
ഈ ഈ 5 എന്ന് പറയുമ്പോൾ എന്താണോ നമ്മൾ വേറുള്ള ഈ ഫാക്ടേഴ്സ് മുഴുവൻ കപ്പാസിറ്റൻസ് കാണാൻ പിന്നെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അത് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ പഠിക്കും. പ്ലേറ്റ് ഏരിയ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്, ടെമ്പറേച്ചർ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് കപ്പാസിറ്റൻസിനെ പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുണ്ട്. ആ ഫാക്ടറുകളൊക്കെ സെയിം ആയിട്ട് നിലനിർത്തിയാൽ എല്ലാ ഫാക്ടറുകളും സെയിം ആണ്. 2 കപ്പാസിറ്റർ എടുത്തു, ഈ ഫാക്ടറുകളൊക്കെ 2 കപ്പാസിറ്ററും സെയിം ആണ്. പക്ഷേ കപ്പാസിറ്റർ ഉണ്ടാക്കിയത് ഒന്ന് എയറാണ്, ഒന്ന് മൈക്ക കൊണ്ടാണ്. കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് എയറാണ്, ഒന്ന് മൈക്കയാണ്. അങ്ങനെയാണെങ്കിൽ ഈ എയർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന എയർ ഡയലക്ട്രിക് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പിന്നെ കപ്പാസിറ്ററിനേക്കാൾ 5 ടൈംസ് കപ്പാസിറ്റൻസ് കൂടുതലായിരിക്കും എന്തിന് മൈക്ക കൊണ്ട് നിർമ്മിച്ച കപ്പാസിറ്ററിന്. അപ്പോൾ അതിനുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടിയാൽ എന്ത് ചെയ്യും കപ്പാസിറ്റൻസ് കൂടും, അത് കുറഞ്ഞാൽ കപ്പാസിറ്റൻസ് കുറയും. അപ്പോൾ ആ കൂടിയ മെറ്റീരിയൽ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും കപ്പാസിറ്റൻസ് നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ ഇനി കപ്പാസിറ്റർ എന്താണെന്നുള്ളതാണ്. കപ്പാസിറ്റർ എന്തിനാണ് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്? കപ്പാസിറ്റർ ഇസ് എ ഡിവൈസ്. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ്, അത് നമ്മൾ എല്ലാവരും കാണുന്നതാണ്, വലുതും ചെറുതുമായിട്ട് നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ ഈ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസാണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് കപ്പാസിറ്റർ. അത്രയെങ്കിലും ഓർത്ത് വെക്കുക. കപ്പാസിറ്റർ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് കപ്പാസിറ്റർ. എന്ത് ഫോമിൽ? ഇൻ ദി ഫോം ഓഫ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഒരു പിന്നെ ഫീൽഡിനിടയിൽ ഒരു ഇതിൻ്റെ ഫീൽഡാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ രൂപത്തിൽ ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് കപ്പാസിറ്റർ. ഇൻ ദി ഡൈലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്ററാണ്. 2 കണ്ടക്ടറുകൾക്ക് ഇടയിൽ വെച്ച ഇൻസുലേറ്ററിനെയാണ് ഡൈലക്ട്രിക് എന്ന് ഇവിടെ പറയാം. അപ്പോൾ ഡൈലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റർ, 2 കണ്ടക്ടേഴ്സിന് ഇടയിൽ വെച്ച ഇൻസുലേറ്റർ, ഇതിനെ ഡൈലക്ട്രിക് എന്നാണ് ഇവിടെ പറയുക. അപ്പോൾ കപ്പാസിറ്റർ ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. ഏറ്റവും എളുപ്പത്തിൽ ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ് കപ്പാസിറ്റർ? എന്താണ് സാധനം? ഡിവൈസ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് കപ്പാസിറ്റർ. അത്രയെങ്കിലും പഠിച്ചു വെക്കണം. ബാക്കിയുള്ള ഓർത്തും വെക്കുക. ഇൻ ദി ഫോം ഓഫ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. ചിലപ്പോൾ പിന്നെ എക്സാമിനൊക്കെ PSC പരീക്ഷയൊക്കെ ചോദിക്കുകയാണ് എന്ത് ഫോമിലാണിത് കപ്പാസിറ്റർ ചാർജ് ആയിട്ട് സ്റ്റോർ ചെയ്യുക. എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്യുക. ഇൻ ദി ഡൈലക്ട്രിക്കിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഡൈലക്ട്രിക് എന്ന് പറഞ്ഞാൽ 2 കണ്ടക്ടറുടെ ഇൻസുലേറ്റർ. ഡൈലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റർ എന്നുള്ളതാണ്. അപ്പം ഇനി കൺസ്ട്രക്ഷൻ, കപ്പാസിറ്ററിൻ്റെ കൺസ്ട്രക്ഷനാണ്. നമ്മൾ പറഞ്ഞു 2 കണ്ടക്ടർ പ്ലേറ്റുകൾക്കിടയിൽ ഒരു ഇൻസുലേറ്റർ വെച്ചാൽ അതാണ് കപ്പാസിറ്റർ. കപ്പാസിറ്റർ ഈസ് ആൻ ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ്. കൺസിസ്റ്റിംഗ് ഓഫ് 2 പാരലൽ കണ്ടക്ടർ പ്ലേറ്റ്. 2 പാരലായിട്ട് 2 കണ്ടക്റ്റീവ് പ്ലേറ്റ്. ഇവിടെ നോക്കുക, ഇതൊരു പ്ലേറ്റ് ആണ്, ഈ മുകളിലുള്ളത് വേറൊരു പ്ലേറ്റ് ആണ്, കണ്ടക്റ്റീവ് പ്ലേറ്റ്. രണ്ടാമത്തെ കണ്ടക്റ്റീവ് പ്ലേറ്റ് ആണ്. 2 പ്ലേറ്റുകൾ ഉണ്ടാവും. കപ്പാസിറ്ററിന് നിർബന്ധമായിട്ടും 2 പിന്നെ കണ്ടക്റ്റീവ് പ്ലേറ്റുകൾ ഉണ്ടാവും. പിന്നുള്ളത് എന്താണ്? സെപ്പറേറ്റഡ് ബൈ, ഈ 2 കണ്ടക്റ്റീവ് പ്ലേറ്റുകളെയും സെപ്പറേറ്റ് ചെയ്തിരിക്കും. എന്തുകൊണ്ട്? ആൻ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കാൾഡ് ഡൈലക്ട്രിക്. ആ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന് പറഞ്ഞ പേരാണ് ഡൈലക്ട്രിക്. ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന് പറഞ്ഞ വേറൊരു പേരാണ് ഇൻസുലേറ്റർ അല്ലെങ്കിൽ ഡൈലക്ട്രിക് എന്നും അതിൻ്റെ പേര് പറയും. അപ്പോൾ എന്താണ്? 2 കണ്ടക്ടർ ഉണ്ട്, അതിനെ ഒരു ഇൻസുലേറ്റർ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്താൽ അത് ഇൻസുലേറ്റർ എന്തോ എയർ ആവാം എന്ന് പറഞ്ഞാൽ 2 കണ്ടക്ടർ ഇങ്ങനെ വെറുതെ വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ എയർ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ ഇൻസുലേറ്റർ. അപ്പോൾ എന്താണോ അതിനെ ഡൈലക്ട്രിക് അല്ലെങ്കിൽ ഇൻസുലേറ്റർ അല്ലെങ്കിൽ ഡൈലക്ട്രിക്. അപ്പോൾ ഇതാണ് ഒരു കപ്പാസിറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ. എന്താണ്? ഒരു പിന്നെ 2 കണ്ടക്റ്റിംഗ് പ്ലേറ്റ്, അതിനിടയിൽ ഒരു ഇൻസുലേറ്റർ. പിന്നെ എന്താണ്? 2 കണക്റ്റിംഗ് ലീഡ് ഈ കണ്ടക്ടറിൽ നിന്നും ഈ 2 പ്ലേറ്റുകളിൽ നിന്നും നമ്മൾ പുറത്തേക്ക് എടുക്കും. കണക്റ്റിംഗ് ലീഡ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ പാരലൽ പ്ലേറ്റ്. ആ പാരലൽ പ്ലേറ്റുകളിലേക്ക് കണക്റ്റിംഗ് ലീഡുകൾ അറ്റാച്ച് ചെയ്താൽ നമുക്കൊരു കപ്പാസിറ്റർ ആയിട്ട് കണക്കാക്കാം. ഈ മോസ്റ്റ് കോമൺലി ഡൈലക്ട്രിക് ആർ എയർ, മൈക്ക, സെറാമിക് എക്സെട്ര. ഈ ഡൈലക്ട്രിക് ആയിട്ട് അല്ലെങ്കിൽ ഇൻസുലേറ്റർ ആയിട്ട്
അല്ലെങ്കിൽ ഡയലക്ട്രിക് ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എയർ, മൈക്ക, സെറാമിക് തുടങ്ങിയ സാധനങ്ങളാണ്. ഇനി കപ്പാസിറ്റർ സ്റ്റോർ എനർജി വൈൽ ഇറ്റ്സ് ചാർജ്ഡ്. ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് എനർജി സ്റ്റോർ ചെയ്ത് വെക്കും. ആ ചാർജിനെ അതെന്ത് ചെയ്യും, സൂക്ഷിച്ചു വെക്കും, കുറേ കാലം സൂക്ഷിച്ചു വെക്കും. ഏത് വരെ? ടിൽ ഇറ്റ്സ് ഡിസ്ചാർജ് ത്രൂ ആൻ എക്സ്റ്റേണൽ സർക്യൂട്ട്. ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യണത് വരെ എന്ത് ചെയ്യും, ഈ കപ്പാസിറ്റർ ആ ചാർജ് അല്ലെങ്കിൽ ആ എനർജി സ്റ്റോർ ചെയ്ത എനർജീനെ എന്ത് ചെയ്യും, സൂക്ഷിച്ചു വെക്കും. ഇതാണ് കപ്പാസിറ്ററിൻ്റെ ഫങ്ഷൻ. എന്താ ചെയ്യുക, ഒരു എനർജി കപ്പാസിറ്റർ സ്റ്റോർ എനർജി വൈൽ ഇസ് ചാർജ്ഡ്. ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതാണ് 2 പ്ലേറ്റുകൾ, അതിനിടയിൽ എന്തുണ്ട്, ഒരു ഇൻസുലേറ്റർ, എന്തെങ്കിലും ഒരു ഇൻസുലേറ്റർ ഉണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പോസിറ്റീവും നെഗറ്റീവും കൊടുത്ത് 2 പ്ലേറ്റുകളിലേക്കും കൊടുത്ത് ഇത് ചാർജ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിന് ഡയലക്ട്രിക്കിൽ എന്ത് ചെയ്യും, ഒരു ഇലക്ട്രിക് ഫീൽഡ്, സ്റ്റാറ്റിക് ഫീൽഡ് രൂപത്തിൽ എന്ത് ചെയ്യും, എനർജീനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി ഈ ഇവിടെ എന്ത് ചെയ്താലും നമ്മൾ ബാറ്ററി ഒഴിവാക്കിയാലും എന്ത് ചെയ്യും, ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കും, എനർജി സ്റ്റോർ ചെയ്ത് വെക്കും. ഏതുവരെ? ആ ചാർജ് അത് സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ച് വെക്കും. ഏതുവരെ? ഇത് വേറൊരു എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ എനർജി സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള, ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഡിവൈസാണ് കപ്പാസിറ്റർ. സ്റ്റോർ ചെയ്ത് ഏതുവരെ സ്റ്റോർ ചെയ്യും? ഡിസ്ചാർജ് ത്രൂ ആൻ എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ. ഇനി നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇലക്ട്രിക് ചാർജ് അല്ലേ, യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസ് കൂളംബ്. ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് കൂളംബാണ്. അത് ഡിനോട്ട് ചെയ്യുന്നത് ലെറ്റർ ക്യൂ എന്ന് പറഞ്ഞ ലെറ്ററാണ്. അത് കാണാനുള്ള ഇക്വേഷൻ ക്യൂസ് ഈക്വൽ ടു I ഇൻറ്റു ടി, കറണ്ട് ഇൻറ്റു ടൈം, കറണ്ട് എത്ര സമയത്തേക്ക് ഒഴുകി, അതാണ് ചാർജ്. ക്യൂസ് ഈക്വൽ ടു I ഇൻറ്റു ടി. ഇനി ഹൗ എ കപ്പാസിറ്റർ ചാർജ്, ഒരു കപ്പാസിറ്റർ എങ്ങനെ ചാർജ് ചെയ്യും, ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ഒന്നും കൂടി പറയുകയാണ്. അതാണ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാവിങ് പ്ലേറ്റ് എ ആൻഡ് ബി. ഒരു കപ്പാസിറ്ററാണ്, അതിൻ്റെ പ്ലേറ്റ് എ പ്ലേറ്റ് ബി, അതിനിടയ്ക്ക് എന്തുണ്ടാവും, ഒരു ഡൈ ഇലക്ട്രിക് ഉണ്ടാവും. അപ്പോൾ 2 പ്ലേറ്റുകളാണ് അത് കണക്റ്റഡ്. ഈ 2 പ്ലേറ്റുകളും നമ്മളൊരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. വി എന്ന് പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ സ്വിച്ച് ഓപ്പൺ ആണ്. സ്വിച്ച് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഇതിലൂടെ കറണ്ട് ഒഴുകൂല. അപ്പോൾ എന്താണ്, ചാർജ് ഒന്നുമില്ല. എന്താണത്, കപ്പാസിറ്റർ പ്ലേറ്റ് ആർ ന്യൂട്രൽ. കപ്പാസിറ്റർ പ്ലേറ്റിൽ ചാർജ് ഒന്നുമില്ല, അത് ന്യൂട്രലായിട്ട് നിൽക്കുകയാണ്. ദർ ഈസ് നോ ചാർജ് ഓൺ ദി പ്ലേറ്റ്, പ്ലേറ്റുകളിൽ ചാർജ് ഒന്നുമില്ല. ഇനി നോക്കാം, വെൻ ദ സ്വിച്ച് ഈസ് ക്ലോസ്ഡ്. നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ദി ഇലക്ട്രോൺ ഫ്രം പ്ലേറ്റ് എ വിൽ ബി അട്രാക്റ്റഡ് ബൈ ദ പോസിറ്റീവ് ടെർമിനൽ. ഈ എ എന്നുള്ള ഇവിടെ പോസിറ്റീവ് ടെർമിനൽ ഇവിടെയാണ്. ആ പോസിറ്റീവ് ടെർമിനലിലേക്ക് എ എന്നുള്ളതിന് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് അട്രാക്ട് ചെയ്യും. നമുക്കറിയാം നെഗറ്റീവിനെ പോസിറ്റീവ് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജായ ഇലക്ട്രോൺസിനെ പോസിറ്റീവ് ടെർമിനൽ അട്രാക്ട് ചെയ്ത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ അട്രാക്ട് ചെയ്യുകയും ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അക്യുമുലേറ്റിംഗ് ഓൺ ഇതിലൂടെ വന്ന് എന്ത് ചെയ്യും, അക്യുമുലേറ്റിംഗ് ഓൺ പ്ലേറ്റ് ബിയിലേക്ക് അക്യുമുലേറ്റ് ചെയ്യാന്നുള്ളത് അവിടെ സംഭരിക്കും, ഇവിടെ കൊണ്ടുപോയി കൂട്ടിച്ചേർക്കും. ഈ പ്ലേറ്റ് ബിയിലേക്ക് എന്ത് ചെയ്യും, സംഭരിച്ച് വെക്കും. അതുകൊണ്ട് തന്നെ ഈ അക്യുമുലേറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് ഇവിടെ കൊണ്ടുപോയി ഇവിടുന്ന് എ എന്നുള്ള പ്ലേറ്റിൽ നിന്നും ഇലക്ട്രോൺസിനെടുത്ത് ഇവിടെ ബി എന്ന പ്ലേറ്റിലേക്ക് സംഭരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ അക്യുമുലേറ്റർ, താൽക്കാലികമായി സംഭരിച്ച് വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അക്യുമുലേറ്റർ എന്നുള്ള പേരിലും എന്തറിയപ്പെടും, കപ്പാസിറ്റർ അറിയപ്പെടാറുണ്ട്. ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്താൽ ഇവിടെ പോസിറ്റീവ് ടെർമിനൽ, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഇവിടെയുള്ള ഇലക്ട്രോൺസിനെ ആകർഷിച്ച് അട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഇതിലൂടെ പ്ലേറ്റ് ബിയിൽ അക്യുമുലേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ റിസൾട്ട് എന്താണ്, പ്ലേറ്റ് എ അറ്റൈൻസ് മോർ ആൻഡ് മോർ പോസിറ്റീവ്. നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ്, ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോണിൻ്റെ കുറവ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അതേപോലെ ഇലക്ട്രോൺസ് വന്ന് കൂടുകയാണെങ്കിൽ അല്ലേ, ഇലക്ട്രോൺസ് എക്സസ് ആവുകയാണെങ്കിൽ കൂടുകയാണെങ്കിൽ അവിടെ നെഗറ്റീവ് ചാർജ് ആയിരിക്കും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ മോർ പോസിറ്റീവ് ആയിരിക്കും. എ എന്ന് പറഞ്ഞത് എന്ത് ചെയ്യും, ഇലക്ട്രോൺസിൻ്റെ കുറവുണ്ടാകുമ്പോൾ അതിനനുസരിച്ച് മോർ പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ ഇലക്ട്രോൺസ് കൂടുമ്പോൾ മോർ നെഗറ്റീവ്, ഈ പ്ലേറ്റ് ബി എന്ന് പറഞ്ഞാൽ മോർ നെഗറ്റീവ് ചാർജുമായിട്ട് മാറും. ഈ പ്രോസസ്സ് ഇങ്ങനെ തുടരും. ഇവിടെ എന്ത് ചെയ്യും, ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇലക്ട്രോൺസിനെ കൊണ്ടുപോയി ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഏതുവരെ,
പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് കപ്പാസിറ്റർ പ്ലേറ്റ് ബിക്കംസ് ഈക്വൽ ടു ബാറ്ററി വോൾട്ടേജ് വി. ഈ പിന്നെ ഈ കപ്പാസിറ്റർ പ്ലേറ്റിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ ബാറ്ററിയുടെ വോൾട്ടേജിന് ഈക്വൽ ആകുന്നത് വരെ എന്ന് പറഞ്ഞാൽ 12 വോൾട്ടേജിൻ്റെ ബാറ്ററി ആണെങ്കിൽ ഇതിനിടയിലുള്ള പിന്നെ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 12 വോൾട്ട് ആകുന്നത് വരെ എന്ത് ചെയ്യും, ഈ പ്രോസസ്സ് തുടർന്നു കൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ വോൾട്ടേജിന് ഈക്വലായിട്ട് ഇതിനിടക്ക് പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത് വരെ എന്ത് ചെയ്യും, ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ് ടു ബാറ്ററി വോൾട്ടേജ് വി. എപ്പോഴെങ്കിലും കപ്പാസിറ്റർ 12 വോൾട്ടേജിൻ്റെ ഒരു ബാറ്ററി ആണെങ്കിൽ ഇതിനിടക്ക് 12 വോൾട്ടേജ് വന്നാൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ടിൻ്റെയും ഈക്വൽ ആയാൽ പിന്നെ എന്ത് ചെയ്യില്ല, കറണ്ട് ഒഴുകൂല. കറണ്ട് ഒഴുകുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ടാവില്ല അല്ലേ. രണ്ട് ഈക്വൽ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ആയാൽ എന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജ് ബാറ്ററിയുടെ വോൾട്ടേജിന് ഈക്വലായിട്ട് ഇതിനിടയ്ക്ക് പിന്നെ ഈ പ്ലേറ്റുകൾക്കിടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വന്നാൽ എന്ത് ചെയ്യില്ല, കറണ്ട് ഫ്ലോ സ്റ്റോപ്സ്. കറണ്ട് പിന്നെ ഫ്ലോ ചെയ്യൂല. ഇനി എന്ത് ചെയ്യുക, ഇഫ് നൗ സ്വിച്ച് ഈസ് ഓപ്പൺ, ഈ അവസ്ഥയിൽ ഇപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല, രണ്ട് ബാറ്ററിയിലും ഈ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയിലും ഒരേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, അതുകൊണ്ട് തന്നെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, സ്വിച്ച് ഓപ്പൺ ആക്കി. ഇവിടെ സ്വിച്ച് ഓപ്പൺ ആക്കിയാൽ ദ കപ്പാസിറ്റർ പ്ലേറ്റ്സ് വിൽ റിട്ടൈൻ ദി ചാർജ്. ആ ചാർജിന് എന്ത് ചെയ്യും, കപ്പാസിറ്റർ പ്ലേറ്റുകൾ നിലനിർത്തും. അപ്പോൾ ഇങ്ങനെയാണ് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ കപ്പാസിറ്റർ പ്ലേറ്റുകൾ ആ ചാർജിനെ നിലനിർത്തും. ഏതുവരെ, അതൊരു എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദി എബിലിറ്റി ടു സ്റ്റോർ എനർജി ഇൻ ദി ഫോം ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസ് കാൾഡ് കപ്പാസിറ്റൻസ്. ദി എബിലിറ്റി ഓർ കപ്പാസിറ്റി ടു സ്റ്റോർ എനർജി ഇൻ ദി ഫോം ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസ് കാൾഡ് കപ്പാസിറ്റൻസ്. അതാണ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റോർ ചെയ്യാനുള്ള കഴിവ്. ഒരു ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്ററിൻ്റെ കഴിവിനെയാണ് കപ്പാസിറ്റൻസ് എന്ന് പറയാം. എളുപ്പത്തിൽ വേണമെങ്കിൽ ദി എബിലിറ്റി ഓഫ് എ കപ്പാസിറ്റർ ടു സ്റ്റോർ ചാർജ് ഇസ് കാൾഡ് കപ്പാസിറ്റൻസ്. അങ്ങനെയും വേണമെങ്കിൽ പറയാം, ദി എബിലിറ്റി ഓഫ് എ കപ്പാസിറ്റർ ടു സ്റ്റോർ ചാർജ്. ഒരു കപ്പാസിറ്ററിന് എന്താണ്, ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റി, കഴിവ് അല്ലെങ്കിൽ കപ്പാസിറ്റി, അതിനെയാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുക. കപ്പാസിറ്റൻസിൻ്റെ സിമ്പൽ സി എന്നുള്ള പിന്നെ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ്, ദി ബേസ് യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഈസ് ഫാരഡ്. ഫാരഡാണ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ്. അപ്പോൾ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു സ്റ്റോർ ചാർജ്, ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവിനെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നു. ഇനി ഫാരഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ യൂണിറ്റ് ഫാരഡാണ്. ഒരു ഫാരഡ് എന്ന് പറഞ്ഞാൽ ഈസ് ദാറ്റ് എമൗണ്ട് ഓഫ് കപ്പാസിറ്റൻസ് വിച്ച് സ്റ്റോർ 1 കൂളംബ് ഓഫ് ചാർജ് വെൻ ദ കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ് ടു 1 വോൾട്ട്. കപ്പാസിറ്റർ 1 വോൾട്ട് ചാർജ് ചെയ്യുന്ന സമയത്ത് 1 കൂളംബ് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ആ കപ്പാസിറ്ററിൻ്റെ ചാർജ് 1 ഫാരഡ് ആണെന്ന് നമുക്ക് പറയാം. അതിൻ്റെ കപ്പാസിറ്റൻസ് 1 ഫാരഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താണ് ഫാരഡ്, ഇൻ അതർ വേർഡ്സ് ഫാരഡ് ഈസ് കൂളം പെർ വോൾട്ട് അല്ലേ. ചാർജ് പെർ വോൾട്ട്, 1 കൂളംബ് പെർ വോൾട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഫാരഡിനെ പറയാം. ഫാരഡ് ഈസ് കൂളം പെർ വോൾട്ട്. ഇങ്ങനെ പിന്നെ PSCക്കൊക്കെ ചോദിക്കാറുണ്ട്, ഫാരഡ് ഈസ് കൂളം പെർ വോൾട്ട്. ഇനി സബ് യൂണിറ്റ് ഓഫ് ഫാരഡ്. ഫാരഡ് എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന വലിയൊരു യൂണിറ്റാണ് ഈ ഫാരഡ് എന്ന് പറയുന്നത്. എവിടെ, നമ്മൾ കൂടുതലായിട്ടും കപ്പാസിറ്റർ ഇലക്ട്രോണിക് സർക്യൂട്ടിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് കപ്പാസിറ്റൻസ്, ഈ ഫാരഡ് എന്ന് പറഞ്ഞാൽ വലിയ യൂണിറ്റാണ്. ഈ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ നമ്മൾ അവിടെ ഉപയോഗിക്കാം മൈക്രോ ഫാരഡ്, പൈക്കോ ഫാരഡ്, നാനോ ഫാരഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ മൈക്രോ ഫാരഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 × 10⁻⁶ ഫാരഡാണ്. 1 millionth ഓഫ് എ ഫാരഡ്. ഒരു ഫാരഡിൻ്റെ 1 millionth ആണ് ഒരു ഭാഗം. അപ്പോൾ എന്താണ്, ഒരു മൈക്രോ ഫാരഡ് എന്ന് പറഞ്ഞാൽ 1 × 10⁻⁶ ഫാരഡാണ്. ഇനി പൈക്കോ ഫാരഡ് എന്ന് പറഞ്ഞാൽ 1 × 10⁻12 ഫാരഡാണ്. നാനോ ഫാരഡ് എന്ന് പറഞ്ഞാൽ 1 × 10⁻9 ഫാരഡാണ്. ഇതൊന്ന് ഓർത്ത് വെക്കണം. മൈക്രോ ഫാരഡ് എല്ലാത്തിലും നമ്മൾ പഠിച്ചതാണ്. മൈക്രോ ഓം അല്ലേ, പിന്നെ നാനോ ഓം എന്നൊക്കെ പറഞ്ഞിട്ട്, നാനോ ആംബിയർ അല്ലെ, പിന്നെ മൈക്രോ ആംബിയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ്. ഇനി പൈക്കോ എന്ന് പറഞ്ഞാൽ 10⁻12 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ്. നാനോ എന്ന് പറഞ്ഞാൽ 10⁻9 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ്.
ഇനി എന്താണ് ഫാരഡ്. ഇനി കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ, ഫാരഡാണ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ്. പിന്നെ എന്താണ് കൂളംബ് ചാർജിൻ്റെ യൂണിറ്റ്. ചാർജ് കാണാനുള്ള ഇക്വേഷൻ I/T നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പിന്നെ വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസ് ക്യാൻ ബി മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ആസ്, കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ കപ്പാസിറ്റൻസ് C=Q/V, ചാർജ് ഡിവൈഡ് ബൈ വോൾട്ടേജ്. ഈ പിന്നെ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കണം. കപ്പാസിറ്റൻസ് കാണാനുള്ള ഒരു ഇക്വേഷനാണ് Q/V, ചാർജ് ഡിവൈഡ് ബൈ വോൾട്ടേജ്. ഒരു എക്സാമ്പിൾ നമുക്കൊരു പിന്നെ ക്വസ്റ്റ്യൻ തന്നു, വാട്ട് ഈസ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ that requires 0.5 കൂളംബ് ടു ചാർജ് ഇറ്റ്സ് ടു 25 വോൾട്ട് 25 വോൾട്ട്. അതിൻ്റെ ചാർജ് 0.5 കൂളംബാണ്. പിന്നെ എന്താണ് വോൾട്ടേജ് 25 വോൾട്ടും ആണെങ്കിൽ ആ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ തന്നിരിക്കുന്നത് ചാർജ് എത്രയാണ് 0.5 ആണ്, വോൾട്ടേജ് എത്രയാണ് 25 വോൾട്ടാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കപ്പാസിറ്റൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം C=Q/V. ഇപ്പോൾ പഠിച്ചു കപ്പാസിറ്റൻസ് ചാർജ് ഡിവൈഡ് ബൈ വോൾട്ടേജ് Q/V എന്നാണ്. അങ്ങനെയാണെങ്കിൽ C=0.5 ഡിവൈഡ് ബൈ 25. 0.5 ആണ് Q, വോൾട്ടേജ് 25 ഡിവൈഡ് ബൈ 25 0.02 ഫാരഡ് ആണ് ആൻസർ. ആൻസർ ഈസ് കപ്പാസിറ്റൻസ് ഈസ് 0.02 ഫാരഡ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ C=Q/V എന്നുള്ള ഇക്വേഷൻ നോക്കുക. ഇനി കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, നമ്മൾ ഇൻഡക്റ്റൻസ് പഠിച്ചപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് പഠിച്ചിരുന്നു. XL എന്നായിരുന്നു അതിൻ്റെ അല്ലേ. XL എന്താണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തേനി? ദി ഒപ്പോസിഷൻ ഓഫേർഡ് ടു ദി ഫ്ലോ ഓഫ് കറണ്ട് ബൈ എ ഇൻഡക്റ്റൻസ് അല്ലേ. ഒരു ഇൻഡക്റ്റർ കൊണ്ടുണ്ടാകുന്ന AC സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഒപ്പോസിഷൻ്റെ പറഞ്ഞ പേരാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. അത് കാണാനുള്ള ഇക്വേഷൻ XL = 2πfL എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. ഇവിടെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. സിമിലർ ടു റെസിസ്റ്റേഴ്സ് ആൻഡ് ഇൻഡക്ടേഴ്സ്, ഇൻഡക്ടർ പോലെ അതുപോലെ തന്നെ റെസിസ്റ്റർ പോലെയും കപ്പാസിറ്റർ ആൾസോ ഓഫേഴ്സ് ഒപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് AC കറണ്ട്. അവിടെ വീണ്ടും ഓർക്കേണ്ട കാര്യം AC കറണ്ടിലാണ് ഈ പ്രശ്നം വരുന്നത്. DC കറണ്ടിൽ ഇതൊന്നുമില്ല, റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. AC പിന്നെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്ററും എന്ത് ചെയ്യും? ഒരു ഒപ്പോസിഷൻ ഉണ്ടാക്കും. ഇൻഡക്ടർ പോലെയും റെസിസ്റ്റർ പോലെയും ഒരു ഒപ്പോസിഷൻ കപ്പാസിറ്റർ ഉണ്ടാക്കും. ആ ഒപ്പോസിഷനെ പറഞ്ഞ പേരാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. XC എന്നാണ് അതിൻ്റെ ലെറ്റർ. ദി ഒപ്പോസിഷൻ ഓഫേർഡ് ടു ദ ഫ്ലോ ഓഫ് AC കറണ്ട് ബൈ എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിനാൽ ഉണ്ടായ AC കറണ്ടിൻ്റെ ഫ്ലോയിൽ ഉണ്ടാകുന്ന ഒപ്പോസിഷനെ നമ്മൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നു. അതിൻ്റെ യൂണിറ്റ് അവിടെ പറഞ്ഞതുപോലെ തന്നെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആയിരുന്നു, ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറി ആയിരുന്നു. അവിടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആയിരുന്നു. ഇവിടെ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡാണ്, പക്ഷേ കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം തന്നെയാണ്. അത് ഒപ്പോസിഷനാണ്, റെസിസ്റ്റൻസിൻ്റെ അതേ യൂണിറ്റാണ്. അപ്പോൾ ഇനി എന്താണ് ഇത് XC കാണാനുള്ള ഇക്വേഷൻ അല്ലേ. XC അവിടെ XL = 2πfL എന്നായിരുന്നു നമ്മൾ കണ്ടത്. F/L ഇൻഡക്റ്റൻസ്. ഇവിടെ XC കാണാനുള്ള ഇക്വേഷൻ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ XC = 1/2πfC ആണ്. ഇവിടെ XL = 2πfL ആയിരുന്നു, ഇവിടെ 1/2πfC. ഇവിടെ എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് ഫ്രീക്വൻസിക്ക് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ഫ്രീക്വൻസി ആൻഡ് കപ്പാസിറ്റൻസ്. എന്നാൽ XL = 2πfL ആയിരുന്നു ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിന് പിന്നെ പ്രൊപ്പോർഷണൽ ആയിരുന്നു. അപ്പോൾ അത് ഓർക്കുക XC = 1/2πfC. XC എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇൻ ഓം. ഇനി 2π അവിടെ എന്താണ് 6.28 അല്ലേ. 2π പ്രൊപ്പോർഷണൽ 6.28. F is the frequency in hertz. C is the capacitance in farad. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ 1/2πfC എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് കപ്പാസിറ്റർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, പിന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞു, പിന്നെ എന്താ അതിൻ്റെ ചാർജിങ് എങ്ങനെയെന്ന് പറഞ്ഞു, പിന്നെ കപ്പാസിറ്റൻസ് എന്നുള്ളത് എന്താണ്, എബിലിറ്റി ടു സ്റ്റോർ ചാർജ്, അതിൻ്റെ യൂണിറ്റ് ഫാരഡാന്ന് പറഞ്ഞു. ഡിഫൈൻ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്താണെന്നുള്ളത് പറഞ്ഞു. XC കാണാനുള്ള ഇക്വേഷൻ 1/2πfC എന്നുള്ളതാണെന്ന് പറഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് AC സർക്യൂട്ടിൽ അടുത്ത ചാപ്റ്ററായ AC സർക്യൂട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് വിത്തപ്പോഴും ഞാൻ പറഞ്ഞതാണ്. എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. എല്ലാവരും കണ്ട് മനസ്സിലാക്കി പഠിക്കുക. നന്ദി.